കേരളത്തിൽ 20-20 സീറ്റും നമ്മൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ നേതാക്കന്മാർക്കും നമ്മുടെ സഹപ്രവർത്തകർക്കുമുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ആളുകൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ചിട്ട് ജനങ്ങളോട് അഭിപ്രായം പറയുകയും 4 ആൾ കൂടുന്നിടത്ത് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം എന്ന് ജനം ചിന്തിച്ച് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. അവസാന ദിനങ്ങളിലേക്കല്ല അവർ തീരുമാനിക്കുന്നത്. തവണ അവർ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ആളുകളോട്, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളോട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നമ്മളോട് നീരസം പ്രകടിപ്പിക്കുന്നവരോട് അതെല്ലാം മാറ്റിവെച്ച് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് നമ്മൾ മാറണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജനം ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ മാറാത്തത് നമ്മളാണ്. അത് മുന്നണിയിലെ പാർട്ടിയും എല്ലാ പാർട്ടികളും നേതാക്കന്മാരും നമ്മളും അത് പലപ്പോഴും നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങണം. നമുക്ക് ഇതെല്ലാവരുടെയും ഒരു വലിയ നിലനിൽപ്പിൻ്റെ, പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് അന്ന് ഞാൻ കുറേ കൂടി നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നൊരിക്കലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കഴിയാത്ത രീതിയിൽ നന്നായി കഠിനാധ്വാനം നടത്താനും നമ്മുടെ വിജയത്തിൽ നമ്മുടെ പങ്ക് വളരെ കൃത്യമായി രേഖപ്പെടുത്താനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത് വളരെ ആത്മാർത്ഥമായി നമ്മളത് ചെയ്യണം. നമ്മൾ ഉത്തരവാദിത്തമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അത്തരത്തിൽ നമ്മളൊക്കെ എത്ര ദിവസമാണ്, എത്ര നാളുകളാണ് നമുക്ക് ഉറങ്ങാൻ പോലും സാധിക്കാത്തത്. നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല, ഈ സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള, കടമയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വലിയ ചിന്ത നമ്മളെ അലട്ടുന്നുണ്ട്. വലിയ ചിന്ത. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾക്കത് പരിപൂർണമായി ബോധ്യമായിട്ടുണ്ടാകുകയില്ല. പരിപൂർണമായ ബോധ്യമായ ആളുകൾ തുറന്നു പറയാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എത്രയോ ആളുകളാണ്, എത്രയോ സഹോദരന്മാരാണ് ജീവിക്കാനായി മറ്റുള്ള ആളുകളുടെ അടിമകളെ പോലെ ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഗുജറാത്തിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒക്കെ നമ്മൾ കണ്ടവരല്ലേ. എത്ര നിയമങ്ങളാണ്, എത്ര മാറ്റങ്ങളാണ് രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ ജയിച്ചു വന്ന, ജനാധിപത്യ രീതിയിൽ ജയിച്ചു വന്ന BJP സർക്കാർ നടപ്പിലാക്കുന്നത്. ഉത്തരാഖണ്ഡിൽ നിലനിന്ന എല്ലാ മദ്രസകൾക്കുമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കി. UP-യിലും ഹരിയാനയിലും ഒക്കെ എത്ര നിയമങ്ങൾ കൊണ്ട് നമ്മൾ ആരും ഇതൊന്നും അറിയുന്നില്ല. എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും എല്ലാം അവരുടെ കയ്യിലാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ്. അവർ പറയുന്നത് പോലെ, അവർ കൊടുക്കുന്നത് പോലെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകളായി മാധ്യമങ്ങൾ മുഴുവൻ മാറി. രാജ്യത്തെ ജുഡീഷ്യറിയെ പോലും സംശയത്തോടു കൂടിയിട്ടാണ് നമ്മൾ പലരും നോക്കിക്കാണുന്നത്. ഉണ്ടാകുന്ന എല്ലാ വിധിന്യായങ്ങളിലും ഒരു രാജ്യത്തെ പൗരൻ എന്നുള്ള രീതിയിൽ ആ വിധിന്യായങ്ങളെ സംശയത്തോടു കൂടി നമ്മൾക്ക് ദർശിക്കേണ്ടി വരുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനപ്പുറത്ത്
ഇന്നലെ കണ്ടില്ലേ, തെലുങ്കാനയിൽ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കടന്നു കയറി ജയ് ശ്രീരാം എന്ന് വിളിപ്പിക്കുക, അവരെ ഉപദ്രവിക്കുക. അപ്പോൾ എവിടെയാണ് മനുഷ്യന് നീതി ലഭിക്കുന്നത്? അല്ലെങ്കിൽ ഇക്കാലം അത്രയും നമ്മൾ ഉയർത്തിയ, നമ്മൾ പറയുന്ന ഈ മതേതരമായിട്ടുള്ള നിലപാടുകളും ആ ആശയങ്ങളും എത്രത്തോളം ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്? രാജ്യത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് തെലങ്കാനയിലും ഏറ്റവും അവസാനം മണിപ്പൂരിൽ ഒരു വർഷക്കാലം നീണ്ടുനിന്ന വംശീയഹത്യയിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവർക്കെതിരായി, രാജ്യത്തെ മറ്റ് ദളിതർക്കെതിരായി, ന്യൂനപക്ഷങ്ങൾക്കെതിരായി എത്ര സ്ഥലങ്ങളിലാണ് ഈ വംശീയ അധിക്ഷേപവും വംശീയ ഹത്യയും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നാട് നിരവധി വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളെയും, എല്ലാ മൂല്യങ്ങളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിത നിലപാടുകളുമായിട്ടാണ് ഇന്ന് BJP മുന്നോട്ട് പോകുന്നത്. അതിനെതിരായി എല്ലാവരും ഒരുമിക്കുകയും കഠിനാധ്വാനം നടത്തുകയും അതിനെ എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയവും രാജ്യത്തിൻ്റെ വിജയവും എന്ന് പറയുന്നത്. അതാണ് വിജയമെന്ന് പറയുന്നത്. BJPയുടെ പ്രകടന പത്രിക പ്രകടമായിട്ടാണ് അത് വെളിവാക്കുന്നത്. പ്രകടമായി ജനങ്ങളെ ബാധിക്കുന്ന മുഖ്യധാരാ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്ത് അവർ പറയുന്നത് കണ്ടില്ലേ, പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ നടപ്പിലാക്കി. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്ന പ്രത്യേക അധികാരം ഞങ്ങൾ എടുത്തു കളഞ്ഞു. കോമൺ സിവിൽ കോഡ് ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പോൾ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാം തരം പൗരന്മാരായി മറ്റ് ന്യൂനപക്ഷങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളിലേക്കും ഞങ്ങൾ പോവുകയാണ്. ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിത നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നിടത്ത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകളായി രാജ്യത്തെ ജനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടി കഴിവുകേടാണ്. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവിടെയാണ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തിയും നമ്മൾ തിരിച്ചറിയേണ്ടത്. രാജ്യത്ത് ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങളാണ് ഈ 10 വർഷക്കാലവും നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകർക്കെതിരായാണ് ഏറ്റവും അവസാനം 3 കരിനിയമങ്ങൾ കൊണ്ടുവന്നത്. ഒരു വർഷക്കാലത്തിൽ അവർ നടത്തിയ സമരമാണ് ആ നിയമങ്ങൾ പിൻവലിക്കാനുള്ള കാരണമായി മാറിയത്. ജനങ്ങൾ പ്രതികരിക്കുന്നിടത്ത്, പ്രതിഷേധിക്കുന്നിടത്ത് പിന്മാറ്റം നടക്കുന്നുണ്ട്. പ്രതിഷേധത്തിൻ്റെ ശക്തി പോരാത്തിടത്ത് ആ നിയമങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതുതന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഭാഗത്തും അതുതന്നെയാണ് ഉണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് രാജ്യത്തെ തൊഴിലാളികൾ തുടങ്ങി വച്ചിട്ടുള്ളതും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രായോഗികമായ തലത്തിലുള്ള പ്രകടനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകണം. വരാനിരിക്കുന്ന നാളുകളിൽ ഒരു ശുഭപ്രതീക്ഷയുടെ നാളുകളാക്കി നമ്മളുടെ മനസ്സിൽ കാണാനും അതനുസരിച്ച് കഠിനാധ്വാനം ചെയ്യാനും നമ്മൾ ഒരുമിച്ചിറങ്ങണം. എറണാകുളത്ത് ഹൈബിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കുന്നു. എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ പോളിംഗ് പെർസെൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊരു ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിയെടുക്കാൻ കഴിയുന്നിടത്ത് ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷകളാണ് ഈ രാജ്യത്തെയും ഈ നാടിനെയും നമ്മളെയും ഒക്കെ നിലനിർത്തുന്നത്. ആ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നടത്തണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൈബിയുടെ വിജയത്തിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും അത്യന്തം കഠിനാധ്വാനം നടത്തണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഒന്ന് ഈ വൈകുന്നേരം സമയത്താണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലെയും കുടുംബസംഗമവും അതുപോലുള്ള മീറ്റിങ്ങുകളും എല്ലാം നടക്കുന്നത്. ചുരുങ്ങിയ ദിവസമുള്ളത് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പരിപാടികളാണ്. ആരും മാറി നിൽക്കുന്നില്ല. കഴിയാവുന്നത്ര സ്ഥലങ്ങളിൽ പരിപാടികളിട്ട് ഈ കഠിനമായ ചൂടത്തും പരിപാടികളിട്ടാണ് പോകുന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് AC വെച്ചിട്ട് ഫസ്റ്റ് മീറ്റിംഗാണ് ആദ്യമായിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. AC വെച്ചിട്ട് പോലും ചൂടാണ്, ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയധികം ചൂടാണ് നമ്മുടെ നാട്ടിലുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിനേക്കാൾ വലിയ ചൂടാണ് പുറത്തുള്ളത്. അപ്പോൾ നമുക്ക് കുറേ കൂടി നന്നായി എല്ലാവരും പ്രവർത്തിക്കുക. നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
നമസ്കാരം.